ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മോമോസാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. കുഴച്ചെടുത്ത മാവ് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിങ് തയ്യാറാക്കാം. അതിനായിട്ട് 2 സവാള, കുറച്ച് മല്ലിച്ചപ്പ്, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ വേവിച്ച ചിക്കന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂണ് സോയാ സോസും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിങ്. ഇനി നേരത്തെ കുഴച്ചെടുത്ത മാവ് വലിയ ഉണ്ടകളാക്കി എടുത്തിട്ടുണ്ട്. ഇത് വലുതാക്കിയിട്ടൊന്ന് പരത്തിയെടുക്കുക. ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി വേറെ ബോട്ടിലിൻ്റെ മൂടി എടുത്തിട്ട് ഇങ്ങനെ റൗണ്ടുകളാക്കി എടുക്കുക. ഈ ഒരു വലിപ്പത്തിൽ നമുക്ക് പത്തിരി പരത്തിയെടുക്കാം. ഇനി ഈ പത്തിരിയിലേക്ക് ഫില്ലിങ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടകളാക്കി എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ ഈ ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാൻ എല്ലതും ഇങ്ങനെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഇഡ്ഡലി ചെമ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് വെള്ളം നിറച്ച് വെച്ചിട്ട് ഞാൻ ഓരോന്നും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അരമണിക്കൂർ ആവിയിൽ വേവിച്ചെടുക്കുക. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മോമോസ് റെഡി ആയിക്കണേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി റെസിപ്പിയാണ്.